ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതിലേ താളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നത്. ഇന്ന് നമ്മൾ ഒരു രസമാണ് വയ്ക്കുന്നത്, നല്ല അടിപൊളി ഒരു രസം. എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ഇനി അതിലേക്ക് ആവശ്യമായ സവാള കൊത്തിയരിഞ്ഞത്, വറ്റൽമുളക്, വെളുത്തുള്ളി, കറിവേപ്പില ആവശ്യത്തിന്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഉലുവാപ്പൊടി, അല്പം കായപ്പൊടി. ഇത്രയാണ് ഇതിലേക്ക് ആവശ്യമായത്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ചട്ടി ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുന്നുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. എണ്ണ നല്ല ചൂടായിട്ട് കടുകൊന്ന് പൊട്ടട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. കടുക് കൊടുക്കണത് പൊട്ടട്ടെ ഗെയ്സ് അല്ലേ? പിന്നെ നിങ്ങളൊക്കെ സുഖമായിരിക്കുന്നില്ല? എന്തൊക്കെയുണ്ട് വിശേഷം? കടുക് ദാ പൊട്ടി തുടങ്ങാൻ പോകുന്നു. കടുക് പൊട്ടുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഉള്ളി വാടി വരുന്നുണ്ട്, ഉള്ളി കരിഞ്ഞു പോകരുത്. തീ കുറച്ചിട്ടിട്ട് ഉള്ളി കരിഞ്ഞു പോകാതെ എടുക്കണം. ഉള്ളി വാടി വന്നിട്ട് ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇടണം. വെളുത്തുള്ളി ഇതിൽ അത്യാവശ്യമാണ് ഗെയ്സ് രസത്തിൽ. കായം വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാം, പക്ഷെ വെളുത്തുള്ളി ഒഴിവാക്കാൻ പറ്റത്തില്ല കേട്ടോ. ഉള്ളി വാടി വരുന്നുണ്ട്. ഇതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളിയുടെ ചെറുതായിട്ട് ആ പച്ചമണം ഒന്ന് മാറി കിട്ടണം. ഇപ്പം തന്നെ നല്ല മൂത്ത മണം വരുന്നുണ്ട്. നിങ്ങൾക്കറിയാൻ പറ്റുന്നുണ്ടോ എന്നറിയാൻ വയ്യ. ഞാൻ കുറേ നാളുകൊണ്ട് വിചാരിക്കുന്നു ഒരു രസം ഉണ്ടാക്കി വീഡിയോ ഇടണം. പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ വീഡിയോ ഒക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. നിങ്ങൾ നല്ല കമൻ്റൊക്കെ ഇടണം, സപ്പോർട്ട് ചെയ്യണം. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല മഴയൊക്കെ ഉണ്ടോ? മഴക്കാലമല്ലേ മഴയല്ലേ, പൂക്കാലമല്ലേ പൂക്കളല്ലേ, മഞ്ഞുകാലമല്ലേ മഞ്ഞല്ലേ, മഞ്ഞുകാലമല്ലേ മഞ്ഞല്ലേ, ഉള്ളി വാടി വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പൊടി ഐറ്റംസ് ഏറ്റവും ലാസ്റ്റ് വേണം ഇടാൻ. കറിവേപ്പില ഇട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ എല്ലാം സെറ്റായിട്ടുണ്ട്. നമുക്ക് തീ നല്ല കുറച്ച് വെച്ചിട്ട് വേണമെങ്കിൽ ഓഫും ചെയ്യാം. ഓഫായെന്ന് തോന്നുന്നു. എന്നിട്ട് നമുക്ക് പൊടികൾ ഇതിലേക്കിടാം. അതിന് മുൻപേ
പുളിയും ഉപ്പും കൂടെ ഇട്ട് പുളിവെള്ളം കലക്കി വെച്ചേക്കണം. അത് അടുത്ത് തന്നെ ഉണ്ടായിരിക്കണം. ഇത് നമുക്കിതിലേക്ക് നമ്മൾ ഇട്ട് വെച്ചിരുന്ന പൊടി ഐറ്റംസ് എല്ലാം ഇവിടെ ഇതിൽ പതുക്കി ഇട്ട് കൊടുക്കാം. ഉള്ളിയുടെയൊക്കെ മുകളിലോട്ട് ഇട്ടാൽ മതി, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അല്പാൽപ്പമായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി കരിഞ്ഞു പോകാതെ ജസ്റ്റ് ഒന്ന് ഇളക്കി മൂപ്പിച്ച് ആ പച്ചമണം ഒന്ന് മാറ്റണം. മതിയായിട്ടുണ്ട്, ചട്ടി ചൂടായിരിക്കുകയല്ലേ. ഇനി ഈ പുളിവെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കിനി തീ ഇട്ട് കൊടുക്കാം. തീ വെച്ച് കൊടുക്കാം. ഈ നല്ല കൂട്ടിയിട്ടിട്ടുണ്ട്. ആഹാ, അടിപൊളി രസം. നല്ല ചൂട് രസം. ഇതൊന്ന് തിളക്കട്ടെ. തീ അല്പം കുറച്ചിട്ട് കൊടുക്കാം. ഓക്കെ, ഇവിടെ കിടന്ന് തിളക്കട്ടെ. ഹായ്, ഹലോ. നല്ല ചൂട് രസമായിട്ടുണ്ട്. നല്ല അടിപൊളി മണം. നല്ല കുരുമുളകിൻ്റെ വെളുത്തുള്ളിയുടെ ഒക്കെ നല്ല അടിപൊളി മണം. ഞങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ രസത്തിൻ്റെ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് കാണണ്ടേ? കണ്ടോ? നല്ല അടിപൊളിയായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പുതിയ വീഡിയോസ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.